Dear students, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്തത് ക്ലാസിക്കൽ തിയറിയെക്കുറിച്ചായിരുന്നു. ക്ലാസിക്കൽ തിയറിയിൽ പോളറൈസേഷൻ വേണം, പോളറൈസബിലിറ്റി, ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞത് റാമൻ ഇഫക്റ്റ് കാണണമെങ്കിൽ. അത് നമ്മളൊരു എക്വേഷൻ യൂസ് ചെയ്തിട്ട് വി ഹാവ് ഡിസ്ക്രൈബ്ഡ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ പർട്ടിക്കുലർ മോളിക്കുലർ മോഡ് ഓഫ് വൈബ്രേഷൻ ഓർ റൊട്ടേഷൻ ടു ഹാവ് എ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി. ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്തുകൊണ്ട് റാമൻ സ്പെക്ട്ര കാണുള്ളൂ, അല്ലെങ്കിൽ റാമൻ ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ഇൻ ആ ലാസ്റ്റ് വീഡിയോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബട്ട് ദാറ്റ് വാസ് ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ തിയറി. ക്ലാസിക്കൽ തിയറിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരുന്നു പോളറൈസേഷൻ, അതുപോലെ തന്നെ സ്റ്റോക്സ് ലൈൻസിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, റാമൻ ലൈൻസ് ഒബ്സർവേഷനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റെയിൽവേ ലൈൻസ് ഏതാണ്, റാമൻ ലൈൻസ് ഏതാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ബട്ട് ക്ലാസിക്കൽ തിയറി could not explain the intensities. ക്ലാസിക്കൽ തിയറി വെച്ച് രണ്ട് ലൈൻസ് ഉണ്ടാവുമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, രണ്ട് ഫ്രീക്വൻസീസിൽ ലൈൻസ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റി. ബട്ട് എന്തുകൊണ്ട് സ്റ്റോക്സ് ലൈൻസിന് ഇൻറ്റൻസിറ്റി കൂടുതലും ആൻറ്റി സ്റ്റോക്സിന് ഇൻറ്റൻസിറ്റി കുറവുമാകാൻ കാരണം എന്ന് പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. റെയിലേക്ക് ഹൈ ഇൻറ്റൻസിറ്റിയാണ്, അതെന്തുകൊണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ക്വാണ്ടം തിയറി യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. യു ക്യാൻ ആക്ച്വലി പ്രെഡിക്റ്റ് ദ ഇൻറ്റൻസിറ്റീസ്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഓർ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. നമുക്ക് ഒരു സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡി ചെയ്യുമ്പം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഒക്കെ നമ്മൾ പറഞ്ഞു. അവിടെയെല്ലാം നമ്മൾ പറഞ്ഞ ഇൻറ്റൻസിറ്റി ഷുഡ് ബി ഹയർ. ഇൻറ്റൻസിറ്റി ലോ ആകുമ്പോൾ നോയ്സ് അതനുസരിച്ച് കയറി വരും, നമ്മുടെ സിഗ്നൽസ് വീക്കായി പോകും. അല്ലെങ്കിൽ പിന്നെ FT പോലത്തെ ടെക്നിക്കൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹൈ ഇൻറ്റൻസ് അല്ലെങ്കിൽ ഹൈലി റിലയബിൾ ഡാറ്റ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇഫ് യു നോ what is the reason for the intensities, you can actually deduce some methods to increase the intensities. Of course, നമ്മൾ സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ് ചെയ്യുന്നത് ചുമ്മാ ഒരു കാര്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, അത് യൂസ് ചെയ്ത് നമ്മൾ സ്റ്റഡീസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, സ്ട്രക്ചേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുക, പ്രോപ്പർട്ടീസ് പറയുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡി യൂസ് ചെയ്യുന്നത്. റാമൻ സ്പെക്ട്രോസ്കോപ്പി ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. കാറ്റാലിസിസ് എടുക്കുക, സർഫസ് കെമിസ്ട്രി എടുക്കുക, ബയോളജിക്കൽ സിസ്റ്റംസ് എടുക്കുക, അവിടെ എല്ലാം റാമൻ സ്പെക്ട്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. കോംപ്ലക്സ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ കോംപ്ലക്സ് ആവും സ്പെക്ട്ര. അവിടെയെല്ലാം നമ്മൾ ഇൻറ്റൻസിറ്റി ഇസ് വെരി ക്രൂഷ്യൽ. സോ ഇൻറ്റൻസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇൻറ്റൻസിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസസിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. സോ ക്വാണ്ടം തിയറി ആക്ച്വലി was able to explain the intensity or predict the intensity of Stokes and anti-Stokes lines or Raman lines. So, നമ്മൾ imagine ചെയ്യുക what happens during a particular Raman scattering. You are allowing radiation to pass or radiation to fall on a molecule. റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടം തിയറിയിൽ പറയുന്ന റേഡിയേഷൻ്റെ ക്വാണ്ടം തിയറിയിൽ നമ്മൾ ഓരോ ക്വാണ്ട എന്നൊക്കെ പറയും. ഒരു പാക്കറ്റ്സിലാണ് ഓരോ റേഡിയേഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഹാവിങ് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ hν. അതെല്ലാം നമ്മുടെ റേഡിയേഷൻ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷനകത്ത് വരുന്നതാണ്, പ്ലാങ്ക്സ് തിയറി ഓഫ് റേഡിയേഷനകത്തൊക്കെ. hν കറസ്പോണ്ട്സ് ടു ദ എനർജി ഓഫ് ദ റേഡിയേഷൻ. സോ നിങ്ങൾ ഒരു മോളിക്യൂളുള്ള സിസ്റ്റത്തിലേക്ക്, ഒരു മോളിക്യൂളുള്ള സിസ്റ്റം അല്ല, അങ്ങനെ നമുക്ക് എടുക്കാനും പറ്റില്ല, ഒരു സിസ്റ്റത്തിലേക്ക് യു ആർ ഇറേഡിയേറ്റിംഗ് വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ആൻഡ് ദിസ് പെർട്ടിക്കുലർ റേഡിയേഷൻ വിൽ ബി ഹാവിങ് വേരിയസ് പാക്കറ്റ്സ് ഓഫ് എനർജീസ്, വേരിയസ് ക്വാണ്ടംസ് ഓഫ് എനർജീസ്. ദി കറസ്പോണ്ടിങ് എനർജി പാക്കറ്റ്സ് വിൽ ബി ഹാവിങ് എനർജി കറസ്പോണ്ടിങ് ടു hν. ആ ഒരു റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ അതിൻ്റെ എനർജി വിൽ ബി ഈക്വൽ ടു hν. അപ്പോൾ ഓരോ മോളിക്യൂളിലും ചെന്ന് ഒരു hν എമൗണ്ട് ഓഫ് എനർജി വിൽ ബി ദർ. അങ്ങനെ വന്ന് ഇടിക്കുന്നോ അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുന്നോ എന്ത് വേണമെങ്കിലും പറയാം. സോ ഫോട്ടോൺസ് ഇങ്ങനെ വന്ന് കൊളൈഡ് ചെയ്യുന്നു.
മോളിക്യൂൾസുമായിട്ട്. കൊളിഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ടൈപ്പ് ഓഫ് കൊളിഷൻസ് വരും. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷൻസ് വരാം, അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് കൊളിഷൻസ് വരാം. അത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി ഒക്കെ പറയുമ്പോൾ നമ്മൾ കൊളിഷൻസിനെ കുറിച്ച് പറയുന്നതാണ്. കൊളിഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ടാകാൻ പറ്റും. സോ ഇങ്ങനെ പാക്കറ്റ്സ് ആയിട്ട് വരുന്ന റേഡിയേഷൻസ് മോളിക്യൂൾസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. ആ കൊളിഷൻസ് ഇലാസ്റ്റിക് കൊളിഷൻസ് ആകാം, ഇൻഇലാസ്റ്റിക് കൊളിഷൻസ് ആകാം. ഇലാസ്റ്റിക് കൊളിഷൻസിൽ എനർജി ട്രാൻസ്ഫർ നടക്കുന്നില്ല. കൊളിഷൻ നടന്നു കഴിഞ്ഞ് അതിൻ്റെ പാർട്സ് എല്ലാം ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, അതിൻ്റെ എനർജീസ് ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് യു വിൽ ബി ഒബ്സർവ്ഡ് ആസ് റെയിൽവേ ലൈൻസ്. എനർജി വേരി ചെയ്യാത്ത കുറേ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുന്നു. സോ ഭൂരിഭാഗം കേസസിലും അവിടെ നടക്കുന്ന കൊളിഷൻസ് ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ്. ആൻഡ് ഇൻ സം കേസസ് കൊളിഷൻസ് നടക്കും വിച്ച് ആർ ഇൻഇലാസ്റ്റിക്. ആ ഇൻഇലാസ്റ്റിക് കൊളിഷൻസ് ആണ് നമ്മുടെ റാമൻ ഇഫക്റ്റിന് കാരണം. ഇൻഇലാസ്റ്റിക് കൊളിഷൻസ് വിൽ ബി ദർ. ഇൻഇലാസ്റ്റിക് കൊളിഷൻസ് നടക്കുമ്പോൾ there will be transfer of energy from molecule to photon or photon to molecule. മോളിക്യൂളിൽ നിന്ന് ഫോട്ടോണിലേക്കും പോകാം, ഫോട്ടോണിൽ നിന്ന് മോളിക്യൂളിലേക്കും എനർജി ട്രാൻസ്ഫർ നടക്കാം. Depending on what kind of transfer is occurring there, molecule can either gain or either lose energy according to the laws of quantum mechanics. So അവിടെ ഫോട്ടോൺസ് വന്ന് കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്യുമ്പോൾ ഭൂരിഭാഗം കൊളിഷൻസും ഇലാസ്റ്റിക് കൊളിഷൻസ് ആയിട്ട് നടക്കുന്നു. ദർ ആർ സം ഇൻഇലാസ്റ്റിക് കൊളിഷൻ വിച്ച് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ എനർജി ഓഫ് ദി മോളിക്യൂൾ, which will result in exchange of energy between the photon and the molecule. And this inelastic collision will result in Raman lines. If the molecule gains energy, delta E energy gain ചെയ്തു. ചില മോളിക്യൂൾ ആദ്യം എനർജി കുറവായിരുന്നു, ഫോട്ടോൺ വന്നു കഴിഞ്ഞപ്പോൾ it obtains some energy from the photon and then the photon was scattered. Molecule energy obtain ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോണിൻ്റെ എനർജി ഡിക്രീസ് ചെയ്തു. That means the excitation energy of photon will be greater than the energy of the scattered photon. ആ എക്സസ് എനർജി മോളിക്യൂളിന് കൊടുത്തു. ഈ എക്സൈറ്റേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഹി സ്കാറ്റർഡ്. ആ എക്സസ് എനർജി ഇൻഇലാസ്റ്റിക് കൊളിഷൻ റിസൾട്ടായിട്ട് നമ്മുടെ മോളിക്യൂളിന് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എച്ച് ന്യൂ മൈനസ് ഡെൽറ്റ ഇ will be the energy gained by the energy of the scattered photon, and delta E is the energy gained by the molecule. So mu minus delta E divided by H will be the Stokes line. Stokes line corresponding ആയിട്ടുള്ള frequency will be mu, excitation frequency, minus delta E divided by H. പുറത്തേക്ക് വരുന്ന ഫോട്ടോൺ വിൽ ബി ഹാവിങ് ലോവർ എനർജി. സപ്പോസ് ദ മോളിക്യൂൾ ഹാസ് എ ഹൈ എനർജി. ആ മോളിക്യൂൾ ഹൈ എനർജിയിലാണ് ഇരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ് ദ എനർജി ടു ദ ഫോട്ടോൺ. ആദ്യം ഇൻഇലാസ്റ്റിക് കൊളിഷൻ നടന്ന വഴിക്ക് ഫോട്ടോണിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫോട്ടോണിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്താൽ സ്കാറ്റർ ചെയ്ത് വരുന്ന photon energy will be greater than the energy of the photon used for excitation or irradiation. Irradiation നമ്മൾ യൂസ് ചെയ്ത എനർജിയെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കും നമ്മുടെ സ്കാറ്റർ ചെയ്ത് വരുന്ന ഫോട്ടോൺ. ആൻഡ് ഫോർ ദാറ്റ് യു ക്യാൻ ഹാവ് ദ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ന്യൂ പ്ലസ് ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ എച്ച്. എച്ച് ആണ് ദ ഡിഫറൻസ് ഇൻ എനർജി ഓർ ദ എനർജി ലോസ് ബൈ ദ മോളിക്യൂൾ. ദെൻ mu plus delta E by H will be the corresponding energy of the scattered photon, and
this would be the corresponding frequency of the scattered photon, and this would be corresponding to the anti-Stokes lines. Anti-Stokes lines. And Stokes lines will be more intense than anti-Stokes lines. So എന്താണ് സ്റ്റോക്സ് ലൈൻസ്, എങ്ങനെയാണ് സ്റ്റോക്സ് ലൈൻസ് ഫോം ചെയ്യുന്നത്, എന്താണ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ്, എങ്ങനെയാണ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ഫോം ചെയ്യുന്നത്, എന്താണ് റെയിൽവേ ലൈൻ, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്. ആൻഡ് the last statement is very important. Stokes lines will be more intense than anti-Stokes lines. What is the reason? എന്തുകൊണ്ട് സ്റ്റോക്സ് ലൈൻസ് ആൻറ്റി-സ്റ്റോക്സ് ലൈൻസിനെക്കാട്ടും ഇൻറ്റൻസ് ആയിരിക്കും? The answer is within that particular explanation itself. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള എക്സ്പ്ലനേഷനകത്ത് തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. സോ ഹിയർ ഇത് അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫിഗറാണ്, എന്നാലും ക്യാൻ സി എ റാമൻ സ്പെക്ട്ര. ഹിയർ യു ക്യാൻ സി ദി റെയിൽവേ ലൈൻ. റെയിൽവേ ലൈൻ വളരെ ഹൈ ഇൻറ്റൻസ് ആണ്. കമ്പയർഡ് ടു റെയിൽവേ ലൈൻ യു ക്യാൻ സി അറ്റ് എ ലോവർ ഫ്രീക്വൻസി റേഞ്ച് ദ സ്റ്റോക്സ് ലൈൻസ്. കാരണം റെയിൽവേ ലൈൻ എന്ന് പറഞ്ഞാൽ എക്സൈറ്റേഷൻ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇറേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയെക്കാട്ടും കുറവായിരിക്കും നമ്മുടെ സ്റ്റോക്സ് ലൈൻസിൻ്റെ. കാരണം എക്സൈറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫോട്ടോണിൻ്റെ എനർജി മോളിക്യൂളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്സ് ലൈൻസ് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന സ്കാറ്റർ ചെയ്ത് വരുന്ന റേഡിയേഷൻ്റെ ആണ് സ്റ്റോക്സ് ലൈൻസ് വരുന്നത്. അതിൻ്റെ എനർജി കുറവായിരിക്കും. സോ ദർ വിൽ ബി present at a frequency, lower frequency ആയിരിക്കും present ആയിരിക്കുന്നത്. And the intensity is very much lower than railway line. And here you can see, if you try to look, you can see some small peaks here and here. This corresponds to the anti-Stokes lines. High frequency regionിലേക്ക് anti-Stokes lines നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. Anti-Stokes lines the scattered radiation will be having higher frequency. Scattered radiation frequency higher ആയിരിക്കും than the frequency of the radiation that was allowed to fall on the molecule or that was used for the excitation. പക്ക എക്സൈറ്റേഷൻ നമ്മൾ പറയുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്നും അറിയത്തില്ല. കാരണം അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി പോലെയല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ സ്കാറ്ററിംഗ് ആണ് നടക്കുന്നത്. കാര്യം എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിലും സ്കാറ്ററിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അബ്സോർപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടുത്തെ ലൈഫ് ടൈം ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് വരും. സോ നമുക്ക് കറക്റ്റായിട്ട് ഒരു മോളിക്യൂളിൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മോളിക്യൂളിലേക്ക് ഇംപ്രിൻറ്റ് ചെയ്തെന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു കേസിൽ. സോ സ്റ്റോക്സ് ലൈൻസ് ആൻഡ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് അറ്റ് ടു ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. At higher frequency you can find anti-Stokes and at lower frequency you can see Stokes lines. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാരണം ഇൻഇലാസ്റ്റിക് കൊല്യൂഷൻസ് ആണ്. Furthermore, അതുകൂടാതെ ഇനി let us talk about the intensities. You can see here and here the intensity of Stokes and anti-Stokes. Stokes and intensity compared to anti-Stokes is higher. ആൻറ്റിസ്റ്റോക്സിൻ്റെ വളരെ ലോവർ ഇൻറ്റൻസിറ്റിയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് അല്ലെങ്കിൽ ഒരു ഇൻഡാസ്റ്റിക് കൊല്യൂഷൻ നടക്കുമ്പോൾ സ്റ്റോക്സ് ലൈൻസ് എങ്ങനെ ഫോം ചെയ്യുമെന്ന് പറയാം. സോ വെൻ യു ഇറേഡിയേറ്റ് ദ മോളിക്യൂൾ വിത്ത് എ സ്യൂട്ടബിൾ റേഡിയേഷൻ, ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി, ഇപ്പം ഗ്രീൻ ലേസറാണ് യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇവിടെ ഗ്രീൻ ആണ് കളർ. സോ വി ആർ സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഗ്രീൻ ലേസർ. ഗ്രീൻ ലേസറുമായിട്ട് നമ്മൾ ഇറേഡിയേറ്റ് ചെയ്യുമ്പോൾ when there is elastic collision most of the radiation will be scattered. Elastic ആയിട്ട് collision നടന്നു, സ്കാറ്റർ ചെയ്തു. There is no change in the corresponding frequency. Elastic collision ആയിരുന്നു, കാരണം എനർജി ട്രാൻസ്ഫർ ഒന്നും നടന്നില്ല. So Rayleigh scattering നടക്കുമ്പോൾ you can see the molecule in the ground state. ഒരു particular ground stateൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ മോളിക്യൂൾ ഇറേഡിയേറ്റ് ചെയ്യുമ്പോൾ this molecule is taken to a higher level and it will be coming back to the lower level. The same ലെവലിലേക്ക് തന്നെ അത് തിരിച്ചു വരുന്നു. ആൻഡ് ദാറ്റ് റേഡിയേഷൻ ഈസ് ഗിവൺ ഔട്ട്. ആ ഫോട്ടോൺ ആദ്യം അനിഹിലേഷൻ നടന്നു, അതിനുശേഷം ആ ഫോട്ടോൺ അപ്പോൾ തന്നെ ജനറേറ്റഡ് ആയി. സൈമിൾട്ടേനിയസ് ആയിട്ട് ഫോട്ടോണിൻ്റെ അനിഹിലേഷനും ജനറേഷൻ നടക്കുന്നുണ്ട് സ്കാറ്ററിംഗ് പ്രോസസ്സിനകത്ത്. സോ ഇവിടെ എനർജി ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന മോളിക്യൂൾ എക്സൈറ്റഡ് ആയി, അത് കഴിഞ്ഞ് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്നു. എനർജി ഡിഫറൻസ് ഒന്നും വരുന്നില്ല.
ഫോട്ടോൺ അനിഹിലേറ്റ് ചെയ്യപ്പെട്ടു, സൈമൾട്ടേനിയസ് ആയിട്ട് അത് ഇജക്റ്റ് ചെയ്യപ്പെട്ടു. സെയിം എനർജിയാണ് ഇജക്റ്റ് ചെയ്യപ്പെട്ടത്. മോസ്റ്റ് ഓഫ് ദ പ്രോസസ് വിൽ ബി ഒക്കറിങ് ലൈക്ക് ദിസ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് പോയി ലോവർ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വന്നു. ഹയർ സ്റ്റേറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ സ്റ്റേറ്റിന് നമ്മൾ റാമൻ സ്പെക്ട്രയിൽ വിർച്വൽ ലെവൽ എന്നും കൂടെ പറയും, അല്ലെങ്കിൽ വിർച്വൽ സ്റ്റേറ്റ് എന്ന് പറയും. വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദാറ്റ് ഫർദർ. സോ റെയിൽവേ ലൈൻസ് ഫോം ചെയ്യുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരുന്ന മോളിക്യൂൾ വിച്ച് വിൽ ബി ഗോയിങ് ടു എ വിർച്വൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് വിൽ ബി കമ്മിങ് ബാക്ക് ടു ദ സെയിം ഗ്രൗണ്ട് സ്റ്റേറ്റ്. സെയിം എനർജി ലെവലിലേക്ക് വരുന്നു. സെയിം എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും റിലീസ് ചെയ്യുന്നത് ആസ് ദാറ്റ് ഓഫ് the corresponding excitation radiation. In the case of Stokes lines, you will be observing Stokes lines when a molecule in the ground state, ground vibration state ഒരു molecule higher visual state ലേക്ക് പോകുന്നു, higher excitation state ലേക്ക് പോകുന്നു. ഈ സ്റ്റേറ്റിൽ നിന്ന് അത് വരുന്നത് ഒരു higher vibration ലെവലിലേക്കായിരിക്കും വരുന്നത്, നോട്ട് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് പോയി തിരിച്ചു വന്നപ്പോൾ ഒരു ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി, എക്സൈറ്റഡ് വൈബ്രേഷൻ സ്റ്റേറ്റിലേക്ക്. സോ ഈ ഒരു ഡിഫറൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് സ്റ്റേറ്റും ഫസ്റ്റ് വൈബ്രേഷൻ ലെവലും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഈ എക്സസ് എനർജി മോളിക്യൂളിന് ലഭിച്ചു. ആൻഡ് റിലീസ്ഡ് ഫോട്ടോൺ, അവിടെ തന്നെ റിലീസ് ചെയ്ത ഫോട്ടോണിൻ്റെ എനർജി കുറവുമായി. സോ അബ്സോർബ് ചെയ്ത എനർജിയെക്കാട്ടും കുറവാണ് റിലീസ് ചെയ്തത്, ഒബ്റ്റെയിൻ ചെയ്ത എനർജിയെക്കാട്ടും കുറവാണ് മോളിക്യൂൾ റിലീസ് ചെയ്തത്. സോ വെൻ യു ഒബ്സർവ് ദി സ്കാറ്റേർഡ് റേഡിയേഷൻ യു ക്യാൻ സീ ഇറ്റ്സ് എനർജി ടു ബി ലോവർ ദാൻ ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ. In the case of anti-Stokes lines, what happens is that the molecule will be in the higher vibration level. Higher vibration level ഉള്ള ഒരു molecule, when you irradiate with suitable radiation, will be undergoing an excitation. Higher visual level like you go. After that, it will be simultaneously giving out a photon and giving back to the lower state. Simultaneous ആയിട്ട് താഴേക്ക് വരുന്നു. But here, it will be going to a lower vibration level. Higher vibration level of the molecule energy ഫോട്ടോണിന് കൊടുത്തിട്ട് ലോവർ വൈബ്രേഷൻ ലെവലിലേക്ക് വന്നു. വി ഈസ് ഇക്വൽ ടു 1 മോളിക്യൂൾ എക്സൈറ്റേഷൻ നടന്നു, വി ഈസ് ഇക്വൽ ടു 0 സ്റ്റേറ്റിലേക്ക് വന്നു. ഈ എക്സസ് എനർജി വുഡ് ബി ഗെയിൻഡ് ബൈ ദി കറസ്പോണ്ടിങ് ഫോട്ടോൺ വിച്ച് ഈസ് എമിറ്റഡ്, വിച്ച് ഈസ് സ്കാറ്റേർഡ്. സോ ദിസ് scattered photon will be having energy greater than the energy of the photon that was used for irradiation. അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഫ്രീക്വൻസിയിലേക്ക് ആൻറ്റി സ്റ്റോക്സ് കാണാൻ പറ്റും. ആൻഡ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ഇൻറ്റൻസിറ്റി, obviously in the case of Stokes lines there will be transfer of molecule from the ground state to the higher level, then back to the higher vibration level. V is equal to 0 നിന്ന് വിർച്വൽ സ്റ്റേറ്റിലേക്ക് പോയി, പിന്നെ V is equal to 1 വന്നു. Most of the molecule will be existing in V is equal to 0 state. V is equal to 0 സ്റ്റേറ്റിലായിരിക്കും ധാരാളം മാക്സിമം മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്ന നോർമൽ ടെമ്പറേച്ചേഴ്സിൽ. ദാറ്റ് ഇസ് അക്കോർഡിംഗ് ടു ദ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറയുന്നതാണ് കേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് ഫോർ റൊട്ടേഷണൽ സ്പെക്ട്ര ആസ് വെൽ ആസ് ഫോർ വൈബ്രേഷണൽ സ്പെക്ട്ര, ദ ഡിപ്പെൻഡൻസ് ഓഫ് ദി പോപ്പുലേഷൻ ഓൺ ദി കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ. പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുക്കുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും മാക്സിമം പോപ്പുലേറ്റഡ് ആയിരിക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ മോളിക്യൂൾ വിൽ ബി ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. കൂടുതൽ മോളിക്യൂൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പോസിബിലിറ്റി, സ്റ്റോക്ക് ലൈൻസ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് സ്റ്റോക്സ് ലൈൻസ് വിൽ ബി മോർ. ഇൻ ദ കേസ് ഓഫ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് യു റിക്വയർ ദ മോളിക്യൂൾ ടു ബി ഇൻ എ ഹയർ വൈബ്രേഷൻ ലെവൽ. വി ഈസ് ഇക്വൽ ടു 1 we should be having the molecule in a higher vibration level like V is equal to 1. First vibration level like വേണം എന്നുള്ളത് കമ്പൽസറി ആണ് in order to provide the excess energy to the scattered photon. പക്ഷേ V is equal to 1 ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ to find a molecule, find large number of molecules in a higher vibration level is not that probable.
usual temperatures. So this kind of energy transfer in elastic collisions will be less probable. അതുപോലെ തന്നെ വളരെയധികം നടക്കത്തുമില്ല. So the intensity will be very much lower. You can see the intensity like this. So the population is the basic thing that decides their corresponding intensity. സ്റ്റോക്സ് ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുകൊണ്ട് കുറവാകുന്നു, ആൻറ്റി സ്റ്റോക്സ് ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുകൊണ്ട് അതിലും കുറവാകുന്നു, ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ യൂസിങ് ദിസ് പെർട്ടിക്കുലർ പോപ്പുലേഷൻ കൺസെപ്റ്റ്. So let the photon with energy h nu I impinge on the molecule with energy EI. After collision, if the energy of the photon is h nu 3 and the molecule is having energy EF, then you can write h nu 1 plus EI is equal to h nu 3 plus EF. The law of conservation of energy which നമ്മൾ എഴുതുന്നതാണ്. So you have the photon coming, its energy is h mu I, molecule is having energy EI. After the collision it will be converted to EF, its energy is EF, and the photon that is scattered is having h nu 3. Then nu 3 minus nu I will be the Raman shift. Incident radiation frequency ഇതും തമ്മിലുള്ള difference, that will be the Raman shift, and EI minus EF divided by h will be giving you the Raman shift. nu 3 minus nu I ഉം Raman shift ആണ്, EI minus EF divided by h ഉം Raman shift ആണ്. If EI minus EF are the same, that is initial ഉണ്ടായിരുന്ന energy of the molecule is equal to that of the energy of the molecule after collision, that is elastic collision ആണെങ്കിൽ, that means delta V is equal to 0 and you have Rayleigh scattering. അവിടെ എനർജി ട്രാൻസ്ഫർ നടക്കുന്നില്ല, സ്കാറ്ററിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇലാസ്റ്റിക് കൊല്യൂഷൻ ആണ്, യു ഹാവ് Rayleigh scattering. Majority portion will be Rayleigh scattering. Only small portion will be Stokes the Raman scattering, and you will be having very low intensity for anti-Stokes lines. So that is regarding the quantum theory of Raman effect. The next video will be briefing about virtual levels. We have already seen about virtual levels here. A small discussion, a small video will be uploaded on the virtual levels also, which is an important concept in quantum physics. That's all. Thank you.